കൊച്ചി ഹാർബറിലെ വെള്ളം കോരി തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്കും കൂലി വ്യവസ്ഥ ബാധകമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ആവശ്യപ്പെടുന്നു. ബോട്ടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന ജോലി ചെയ്തിരുന്ന ഇവർക്കിപ്പോൾ അനാവശ്യമായി പണം നൽകേണ്ടി വരികയാണ്. വരുമാനത്തിന്റെ 2% വെള്ളം കോരികൾക്ക് നൽകേണ്ടത്. ഇത് വൻ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് മത്സ്യ ബോട്ടുടമകളും തൊഴിലാളികളും ആരോപിക്കുന്നു. ഇതാണ് ഇന്നത്തെ ടോപ്പ് 10 സ്പെഷ്യൽ. വർഷങ്ങൾക്ക് മുൻപ് തോപ്പുംപടി ഹാർബറിൽ ബോട്ടുകളിലേക്ക് വെള്ളമെത്തിച്ചു നൽകാനാണ് വെള്ളം കോരി തസ്തിക ആരംഭിച്ചത്. പിന്നീട് കൊച്ചിൻ പോർട്ട് ബോട്ടുകളിലേക്ക് വെള്ളമെത്തിക്കാൻ പൈപ്പുകൾ സ്ഥാപിച്ചു. ഇപ്പോൾ ബോട്ടുകൾ ഹാർബറിൽ അടുപ്പിക്കുമ്പോൾ വടം കെട്ടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് അനാവശ്യമായി പണം നൽകേണ്ടി വരുന്നതായാണ് ബോട്ട് തൊഴിലാളികൾ ആരോപിക്കുന്നത്. അവർക്ക് പേഴ്സിൻ ബോട്ട് കൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ 2% മത്സ്യവിലയുടെ 2% കൊടുക്കണമെന്നുള്ളവരാണ്. ഒരു വ്യവസ്ഥാപിതമില്ലാത്ത കൂലിമാർഗം. കാര്യം മത്സ്യത്തൊഴിലാളിയും ബോട്ട് മുതലാളിയും ബോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവനുള്ളതാണ് ഷെയർ എന്ന് പറയുന്നത്. ബാക്കി ബോട്ടിൽ അനുബന്ധ മേഖലയിൽ ആര് ജോലി ചെയ്താലും അവന് നമ്മൾ കൂലിയാണ് കൊടുക്കുന്നത്. ഹാർബറിലെ 14 സെഷനിൽ 13 സെഷൻകാരും കൂലിയാണ് വാങ്ങുന്ന വേതനമായിട്ട്. ഒരു സെഷൻ മാത്രം ഈ 2% വേതനം വാങ്ങുന്നു. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊണ്ടാൽ എത്ര രൂപ അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏകദേശം വരുമാനത്തിന്റെ 2% വെള്ളം കോരികൾക്ക് നൽകേണ്ടി വരുന്നു. കടലിൽ നിന്നും കുറച്ച് മത്സ്യം മാത്രം കിട്ടുന്ന സമയത്തും വെള്ളം കോരികൾക്ക് ഇവരുടെ വിഹിതം നൽകണം. ബോട്ടുടമകളും തൊഴിലാളികളും ഇവരുടെ പങ്ക് വിഹിതം വെക്കുന്നതിന് മുൻപായാണ് വെള്ളം കോരികൾക്ക് വിഹിതം നൽകേണ്ടത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. 3 ലക്ഷം രൂപയുടെ ക്യാച്ചിങ് ഇപ്പം നമുക്ക് തിങ്കളാഴ്ച പോയിട്ട് നമുക്ക് കിട്ടി. ആ 3 ലക്ഷം രൂപക്ക് നമുക്കൊരു 30,000 രൂപ നമുക്ക് RC നമ്പർ തരും. ആ 30,000 രൂപ ഞങ്ങൾ 30 ആൾ കൂടി പങ്കിട്ടെടുക്കും. 200 പാറ്റയും കിട്ടും. അപ്പം ഞങ്ങൾക്ക് ഒരാളിന് 1200 രൂപ ആ 3 ലക്ഷം രൂപക്ക് കിട്ടും. ഇത് അത് കഴിയുമ്പോൾ അപ്പം തന്നെ മറ്റവർക്ക് 3 ലക്ഷം രൂപക്ക് 6,000 രൂപ അവർക്ക് കൊടുക്കണം. നോക്കൂലിയായിട്ട് 6,000 രൂപ അവർക്ക് കൊടുക്കണം. അത് എത്ര ബോട്ടുണ്ട് ആ എല്ലാ ബോട്ടിൽ നിന്നും കൊടുക്കണം. അവർ ആ 74 പേരും കൂടെയാണ് അത് പങ്കിട്ടെടുക്കുന്നത്. ഈ 3 ലക്ഷം രൂപയുടെ കാച്ചിങ് കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ 3 ലക്ഷം രൂപ ഡീസൽ കടം പാറ്റേനത്തിൽ ഇതങ്ങോട്ട് പോയി ഞങ്ങൾക്ക് 10 പൈസ കിട്ടിയില്ല. ഹാർബറിൽ 13 സെക്ഷനുകളിലും കൃത്യമായ കൂലി വ്യവസ്ഥയുണ്ട്. എന്നാൽ വെള്ളം കോരികൾക്ക് മാത്രം അതില്ല. നിയമവിരുദ്ധ കൂലി വ്യവസ്ഥക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലാളികൾ ഹാർബറിൽ പ്രതിഷേധിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കടലിൽ നിന്നും ലഭിക്കുന്ന മത്സ്യത്തിന്റെ അളവ് കുറഞ്ഞതോടെ ബോട്ടുകൾ നഷ്ടത്തിലാണ്. ഇതിനിടെയാണ് നിയമവിരുദ്ധമായി കൂലി വ്യവസ്ഥയും നിലനിൽക്കുന്നത്. വെള്ളംകോരികൾക്ക് കൂലി വ്യവസ്ഥ നടപ്പിലാക്കണമെന്നും ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. വെള്ളംകോരി പണിയെന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് വെക്കലാണ് അവരുടെ പണിയാന്നത്തെ. ഇപ്പോഴും അവർ ആ പണി ഉണ്ടെന്നും പറഞ്ഞാൽ നിൽക്കണം. അവർക്ക് ആ പണിയില്ല. ഇപ്പം ബോട്ട് വരുമ്പോൾ കയറ് മേടിക്കും, അത് കെട്ടിയിടും, അവരങ്ങോട്ട് പോകും. മീനിൻ്റെ കച്ചവടം കഴിഞ്ഞ് തരകൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയിട്ട് അവരവരുടെ 2% മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകും. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ പണി. അപ്പോൾ അതിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഹാർബറിൽ എപ്പോഴും പ്രശ്നങ്ങളുടെ ഒരു കണക്കാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. കാര്യം മത്സ്യത്തൊഴിലാളി അവിടെ സുരക്ഷിതമില്ലാത്ത രീതിയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും മത്സ്യത്തൊഴിലാളികളാണ് അതവിടെ വരുന്നത്. കാര്യം പരമ്പരാഗതമായി മത്സ്യമേഖലയാണ് ഇതിൻ്റെ. മറ്റ് തൊഴിലാളികളെന്ന് വെച്ചാൽ അനുബന്ധ തൊഴിലാളികളാണ്. മത്സ്യമേഖലയിൽ മത്സ്യം പിടിച്ചുകൊണ്ട് തന്നെ വെളുപ്പിന് 2 മണിക്ക് 1 മണിക്കായിട്ട് പോയി ജോലി ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവരുടെ ഹുങ്കുകളാണ് ഇവിടെ നടക്കുന്നത്. കൂടുതലും ഇവർ പറയുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുന്നുള്ളത്. മത്സ്യത്തൊഴിലാളികൾ പറയുന്ന അവഗണന മാത്രമാണ്. ഒരുപാട് കടലിൽ നിന്ന് കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഞങ്ങൾക്ക് അമിതമായി കിട്ടിയപ്പോൾ ഞങ്ങൾ ഇവർക്കൊക്കെ എല്ലാം ഞങ്ങൾക്ക് പിന്നെ കണക്ക് ചോദിക്കാൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കടലിൽ നിന്ന് മീൻ കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നോട്ട്. അല്ലാതെ ഈ മത്സ്യബന്ധനം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് ബോട്ട് ഗവൺമെൻറ്റിലേക്ക് രജിസ്ട്രേഷൻ ഫീസ്, ലൈസൻസ് ഇതെല്ലാം അടച്ചാണ് തൊഴിലാളികൾ പോകണം. തൊഴിലാളിക്കും ഇതെല്ലാം ഉണ്ട്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഈ കൊച്ചി ഹാർബറിലെ വെള്ളംകോരി തസ്തികയിലെ പ്രധാന പ്രശ്നമാണ് ഈ സാമ്പത്തിക പ്രശ്നമാണ് ബോട്ടുടമകളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ഒക്കെ ചൂണ്ടിക്കാട്ടിയത്. ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരു കൂലി വ്യവസ്ഥ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് തന്നെയാണോ ഇവർ ആവശ്യപ്പെടുന്നത്? കടലിലേക്ക് പോകുന്ന ബോട്ടുകളിലേക്ക് വെള്ളം എത്തിച്ചു നൽകാനാണ് വർഷങ്ങൾക്ക് മുൻപ് തോപ്പുംപടി ഹാർബറിൽ ഈ വെള്ളം കോരി തസ്തിക എന്നത് ആരംഭിച്ചിരുന്നത്. എന്നാൽ നിലവിലിപ്പോൾ
ബോട്ടുകളിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് പൈപ്പ് കണക്ഷനുണ്ട്. ഇതിൽ നിന്നാണ് ബോട്ടുകൾ വെള്ളം ശേഖരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളം കോരി തസ്തിക അനാവശ്യമാണ്, ഇത് ഒഴിവാക്കണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഇവർക്ക് 2% വിഹിതമായിട്ട് ഈ വെള്ളം കോരികൾക്ക് നൽകി വരുന്നത്. ഇത് ബോട്ടുകളുടെ ഓപ്പറേഷൻ കോസ്റ്റ് മാറ്റുന്നതിന് മുൻപായി തന്നെ ഇങ്ങനെ ഈ പണം നൽകേണ്ടി വരുന്നു. ഇത് സാധാരണഗതിയിൽ ചില ദിവസങ്ങളിൽ ബോട്ടുകൾക്ക് വരുമാനം കുറവായിട്ട് വരുന്ന ഒരു ദിവസമുണ്ടാവും. ആ സമയങ്ങളിൽ തൊഴിലാളികളും ബോട്ടുടമകളും ഇവരുടെ വീതം വെക്കുന്നതിന് മുൻപേ തന്നെ ഈ വെള്ളം കോരികൾക്ക് നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തൊഴിലാളികൾക്കോ ഉടമകൾക്കോ ഇവർക്ക് നഷ്ടമായതിൻ്റെ കൃത്യമായ തുക തിരികെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വലിയൊരു കടക്കണിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു അനാവശ്യ തസ്തിക ഇവിടെ നിന്നും പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബോട്ട് തൊഴിലാളികളും ഉടമകളും ഇവിടെ സമരം നടത്തിയിരുന്നത്. ഏതായാലും ഈ സമരം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനെ ചർച്ചയുണ്ടാകുമെന്നും ഈ ചർച്ചയിൽ ഇവർ ഉന്നയിച്ചിട്ടുള്ള പരാതികൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് അറിയിച്ചതിനെ തുടർന്ന് മാത്രമാണ് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, കൊച്ചി ഹാർബറിലെ വെള്ളം കോരി തസ്തികയിൽ കൂലി വ്യവസ്ഥ നടപ്പിലാക്കണമെന്നും അതോടൊപ്പം തന്നെ ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ബോട്ടുടമകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ.